സെക്സ് ഈസ് നോട്ട് എ പ്രോമിസ് എന്നൊരു സംഭവം എല്ലാവരും ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. വസ്ത്രം ആണ് മനുഷ്യനെ കാമരോഗികളാക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാറി മറക്കരുത് എന്ന് പറയുന്നത് ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഇഷ്യൂ തന്നെയാണ്. പക്ഷെ ഞാൻ കുറച്ച് എക്സ്പോസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ബിക്കിനി ഇട്ട് ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതി. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ചിലർക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ലെന്നേ. അപ്പൊ നമ്മുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. തന്തിലായത്തരമാണ് പറഞ്ഞ ടേം തന്നെ ശരിക്കും അത് ലേഡീസിനെതിരെയുള്ളൊരു, അതായത് എന്റെ ഈ ചിന്താഗതികളൊക്കെ തന്നെ കേട്ടല്ലോ. അപ്പൊ ഈ ചിന്താഗതികളോടൊക്കെ ഒത്തുപോകുന്ന ഒരാളെ കണ്ടുപിടിക്കണ്ടേ? ചുമ്മാ മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാലും മെസ്സേജ് അയച്ചു വരണ്ട. അതും കാണാൻ പറ്റുമോ, മീറ്റ് ചെയ്യാൻ പറ്റുമോ, 5 സ്റ്റാർ റൂം എടുക്കട്ടെ, തന്നെ നീ ദേഷ്യം ടേക്ക് ചെയ്താണ് സംസാരിക്കും. ആ ഒരു ഭാവങ്ങളായിരിക്കും വരിക. ആ ഭാവം വന്നു പോ. മനസ്സിലായില്ലേ? ആ കാര്യത്തിൽ നമ്മൾ ഒന്നാ എന്നെ കളിയാക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ഈ സ്ത്രീകൾ മാത്രമല്ല, ഇപ്പൊ ജനിച്ചിരുന്ന കുട്ടികൾ വരെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു കുലംകുത്തി എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അതെന്താണത്? ഓക്കെ ഓക്കെ. അതുകൊണ്ടല്ല. പക്ഷെ ഒരു സിനിമ ഇറങ്ങിയതിനു ശേഷം സെക്സ് ഈസ് നോട്ട് എ പ്രോമിസ് എന്നൊരു സംഭവം എല്ലാവരും ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ അത് എത്രത്തോളം വർക്കൗട്ട് ആവും എന്നുള്ള കാര്യം അത് അപ്പം നമ്മൾ മാനസികമായിട്ട് അതിന് ഇതാവണം. അതായത് മാനസികമായിട്ട് നമ്മൾ അതിനോട് അത് ചിലർക്ക് പറ്റുന്നത് എന്താന്ന് വെച്ചാൽ അവരങ്ങനെയൊക്കെ ചിന്തിച്ച് ഈ ബന്ധത്തിലേക്കൊക്കെ പോകും. പക്ഷെ അത് കഴിയുമ്പോൾ അത് പറ്റാതെ വരുന്നവരുണ്ടാവും. ഇപ്പൊ എന്നെ കല്യാണം കഴിക്കണം എന്ന് വിചാരിക്കും, പക്ഷെ ആ പുരുഷനത് പറ്റുണ്ടാവില്ല, അയാൾക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ഉണ്ടാവുന്ന മാനസിക ആഘാതം ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കണം. അങ്ങനെ പറ്റാത്തവർ ഈ പണിക്ക് പോകരുത്. എല്ലാവരും ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. ഇപ്പോഴത്തെ ജെൻസി കിഡ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പുതിയ പുതിയ ടീംസ് ആണ്. താങ്കളും ജെൻസി കിഡ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, അല്ലേ? അത് സിറ്റുവേഷൻഷിപ്പ് കഴിഞ്ഞു, പിന്നെ വേറെ ഒരുപാട് ടീംസ് ഉണ്ട്. ചിലർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇപ്പൊ ഈ ജനറേഷനിലുള്ളവർ തന്നെ എത്ര പേര്, ഇപ്പൊ ഈ അടുത്തിടെ തന്നെ ഒരു വാർത്ത വന്നിരുന്നു, മേഘ എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി റെയിൽവേ ട്രാക്കില് മരിച്ചത്. അപ്പൊ ചിലർക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ലെന്നേ. അപ്പൊ നമ്മുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് അംഗീകരിക്കാൻ പറ്റുന്നവർക്ക് അതാകാം, പക്ഷെ അംഗീകരിക്കാൻ പക്ഷെ നമ്മളൊരു ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ രണ്ടുപേരും അത് അംഗീകരിക്കണം. എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ ഒരു പ്രോമിസ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോമിസിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ. പ്രോമിസ് കൊടുക്കുന്നില്ലെങ്കിൽ കൃത്യമായിട്ട് പറയണം, ഇത് ഇങ്ങനെയാണ്, വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, അത് കൃത്യമായിട്ട് പറയണം. അത് കൺവേ ചെയ്യാതെ ഒരാൾക്ക് ചെറിയൊരു താല്പര്യം ജനിപ്പിച്ച് മറ്റേയാള് അതൊരു ചീറ്റിംഗ് ആണ് സംഭവത്തിൽ. അതാരും ചെയ്യരുതെന്നാണ് എനിക്കും പറയാനുള്ളത്. അത് വളരെ മോശമായിട്ടുള്ള തന്തിലായത്തരമാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ ഈ ഇങ്ങനെയുള്ള വേർഡ്സ് എന്നോട് ഞാൻ എതിർക്കുന്ന ഒരാളാണ് കേട്ടോ ഇപ്പൊ പറഞ്ഞ ഈ വേർഡൊക്കെ അതുകൊണ്ടല്ല ലേഡീസ് പോലും ഇത്രയും വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ ടേം തന്നെ ശരിക്കും അത് ലേഡീസിനെതിരെയുള്ളൊരു ഭാഷാപ്രയോഗമാണ്. അങ്ങനെ ഞാൻ ചിന്തിച്ചില്ല. ആസ് എ ജേർണലിസ്റ്റ് താങ്കൾ അതിനെ കറക്റ്റ് ചെയ്തപ്പോൾ ഓക്കേ ഫൈൻ. അത് അങ്ങനെയല്ല കേട്ടോ. സ്ത്രീകളടക്കം ഇങ്ങനത്തെ വാക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ തെറി എന്ന് പറയുന്ന പല വാക്കുകളും സ്ത്രീവിരുദ്ധ. ഈ സ്ത്രീകൾ മാത്രമല്ല, ഇപ്പൊ ജനിച്ചിരുന്ന കുട്ടികൾ വരെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ സ്ത്രീ വിരുദ്ധമായ കാര്യങ്ങൾ ഇപ്പൊ ഒരാളോട് നിങ്ങൾ തന്തയില്ലാത്തവൻ എന്ന് നമ്മൾ പറയുമ്പോ അതിന്റെ അർത്ഥം അയാളുടെ അമ്മ പല പുരുഷന്മാരുമായി ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ പറയുന്നത് ആരെയും ഇത്രയും ഇല്ല അർത്ഥമുണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. നമ്മൾ യഥാർത്ഥത്തിൽ പറയുന്ന ആ വ്യക്തിയുടെ അമ്മയാണ്. അപ്പൊ ഞാൻ സ്ത്രീപക്ഷമാണെന്ന് പറയുമ്പോൾ സ്ത്രീ വിരുദ്ധമായ വാക്കുകൾ ഞാൻ ഉപയോഗിക്കാറില്ല, ശ്രദ്ധിക്കാറുണ്ട്. ഈവൻ സ്ത്രീകൾ പോലും തെറി വിളിക്കുമ്പോൾ സ്ത്രീവിരുദ്ധമായ വാക്കുകളാണ് യൂസ് ചെയ്യുന്നത്. അവർ മനസ്സിലാക്കുന്നില്ല ഭാഷയിലെ സ്ത്രീവിരുദ്ധത. ഭാഷയിൽ, സംസ്കാരത്തിൽ, ചിന്തകളിലൊക്കെ ഇപ്പോഴും സ്ത്രീവിരുദ്ധത നിറഞ്ഞു നിൽക്കുകയാണ് എല്ലാ കാര്യങ്ങളിലും. ഇപ്പൊ ഞാനൊരു കാര്യം, എനിക്കൊരാൾ റോങ് മെസ്സേജ് അയച്ചു എന്ന് പറയും, ഇവളെന്തിനും ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടു, അപ്പൊ തന്നെ അങ്ങനെയാണ് അതിനെ എടുക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഇടാൻ പാടില്ലേ? അതാണോ തെറ്റ്? ഒരാൾ മെസ്സേജ് അയക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾ എൻ്റെ ഇഷ്ടമില്ലാതെ മെസ്സേജ് അയക്കുകയാണ്. അപ്പൊ അതിനെയാണ് ഞാൻ എതിർക്കുന്നത്. അപ്പോഴേക്കും ഇവളിങ്ങനെ ഡ്രസ്സ് ഇട്ടിരിക്കുകയല്ലേ, ഇവളിങ്ങനെ നടക്കുകയല്ലേ, ഇവളങ്ങനെയല്ലേ, ഇങ്ങനെ ഏതൊരു വിഷയത്തിലും സ്ത്രീയെ കുറ്റപ്പെടുത്തുന്ന ഒരു ചിന്താഗതിയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അങ്ങനെ ചോദിക്കാം, അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഈ വസ്ത്രധാരണ, അതായത് വസ്ത്രം ധരിക്കുക എന്നുള്ളത് നിങ്ങൾ കംപ്ലീറ്റ് അവകാശമാണ്, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ഇതേ സമൂഹത്തിൽ പണ്ട് മാറുമറയ്ക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്തവരും കലാപം ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ ഇതേ സ്ത്രീകൾ തന്നെയാണ്. ആ സ്ത്രീകളാണ് ഇപ്പൊ ഈ കാലഘട്ടത്തില്
അങ്ങനെയല്ല. അതായത് ഒരാൾക്ക് എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് അവരവർ തീരുമാനിക്കുന്നത്. വസ്ത്രം ധരിക്കണ്ട എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ പ്രശ്നം തന്നെയല്ലേ. മറക്കരുത് എന്ന് പറയുന്നത് ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഇഷ്യൂ തന്നെയാണ്. അതായത് നമ്മൾ എന്ത് വസ്ത്രം ഇടണം എന്ന് ഇടണ്ട എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പക്ഷെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഈ വസ്ത്രധാരണ കണ്ടു കഴിഞ്ഞാൽ അത് പണ്ടത്തെ അത് ഫോളോ ചെയ്താൽ മതി എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. അല്ല, ഞാൻ ഒരു കാര്യമുണ്ട്, ഞാൻ അങ്ങനെ റിജിഡായിട്ട് ഈ വസ്ത്ര ഇതിൽ വിശ്വസിക്കുന്ന ഒരാളല്ല. കാരണം ഞാൻ ചിന്തിക്കുന്നത് ശരീരം എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതി തന്നിട്ടുള്ള ഒന്നാണ്. അതിനെ നമ്മൾ ഓവർ സെക്ഷലൈസ് ചെയ്ത് കാണുന്നുണ്ട് സമൂഹം എന്നൊരു തോന്നൽ എനിക്കുണ്ട്. നമ്മൾ അതിനെ നോർമലായിട്ട് കണ്ടാൽ മതി. അല്ല, പണ്ട് മനുഷ്യന്മാര് ഉള്ള സമയത്ത് വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. അന്ന് റേപ്പ് ഉണ്ടായിരുന്നുള്ള കാര്യം നമുക്കറിയില്ല, ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ശ്രീ മൈത്രേനും അങ്ങനെയാണ് പറഞ്ഞത്. ഞാനൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിനോട് ചോദിച്ചത് സെയിം ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വസ്ത്രം ആണ് മനുഷ്യനെ കാമരോഗികളാക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് സ്ത്രീകളുടെ ഭാഗത്തും തെറ്റുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബിക്കോസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഇടുമ്പോൾ പകുതി മറയ്ക്കാതെ ഇരിക്കുമ്പോൾ പല ആൾക്കാർക്ക് അത് കാണണം എന്നൊരു തോന്നൽ ഉള്ളിൽ ഉണ്ടാവുമ്പോഴാണ് ഈ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. നമുക്ക് ഒരിക്കലും മറ്റേയാളുടെ വികാരം നോക്കിയിട്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അതായത് അവരവരുടെ വികാരങ്ങൾ അവരവർ തന്നെ കൺട്രോൾ ചെയ്യണം. ഇപ്പൊ താങ്കൾ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് ചിലപ്പോൾ ദേഷ്യം വരുന്നുണ്ടാവും, പക്ഷെ ഞാനത് കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞ പോലെ എല്ലാ വികാരങ്ങളും അവരവര് തന്നെ കൺട്രോൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു സ്ത്രീ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് വികാരം കൺട്രോൾ ചെയ്യാൻ പറ്റും, അതൊരു അഡൽട്ട് ചിന്തിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ സ്വയമാണ് അത് കൺട്രോൾ ചെയ്യേണ്ടത്. പിന്നെ ശരീരം എന്ന് പറയുന്നത് നേച്ചർ തന്നിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഈശ്വരൻ എന്നുള്ള സങ്കല്പം ഉണ്ടെങ്കിൽ ഈശ്വരൻ നമുക്ക് തരുന്നതാണ്. അപ്പൊ ശരീരത്തിന് നമ്മൾ ഓവറായിട്ട് എന്തോ സിന്നാണ്, കുഴപ്പമാണെന്ന് കാണുന്നത് ഈശ്വരനെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. അതായത് ഞാൻ പ്രകൃതിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ പ്രകൃതി തന്നത് ഒരു തെറ്റായ ഒരു കാര്യമല്ല. അപ്പൊ നമ്മളിപ്പോ മൃഗങ്ങൾ വസ്ത്രം ധരിക്കുന്നില്ല, മനുഷ്യൻ അങ്ങനെ വസ്ത്രം ധരിക്കണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. മനുഷ്യന്റെ സംസ്കാരത്തിൽ മനുഷ്യൻ വസ്ത്രം ധരിക്കാൻ തീരുമാനിച്ചു. ശരിക്കും മനുഷ്യൻ വസ്ത്രം ധരിച്ചു തുടങ്ങിയ തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതെ, വസ്ത്രം ധരിക്കാനായിട്ട് മനുഷ്യൻ അതിന്റെ സംസ്കാരം അങ്ങനെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ശരീരത്തിന്റെ എന്തെങ്കിലും ഒരു ഭാഗം കണ്ട് ശരീരം എന്ന് പറയുന്നത് എന്തോ മഹാപ്രശ്നമാണ് എന്ന് കാണുന്ന ആ ആറ്റിറ്റ്യൂഡിനോട് ഞാൻ യോജിക്കുന്നില്ല. ഞാൻ ഭയങ്കരമായിട്ട് നാച്ചുറാലിറ്റി വിശ്വസിക്കുന്നു. അറ്റൻഷൻ സീക്കിംഗ് ആണ്. അതായത് പല ആൾക്കാരും പറയുന്നത് ഞാൻ തുണിയുള്ള ഡ്രസ്സ് ഇട്ട്, അതായത് മൊത്തത്തിൽ കവർ ചെയ്തൊരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് 100 ലൈക്സ് ആയിരിക്കാം. പക്ഷെ ഞാൻ കുറച്ച് എക്സ്പോസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ബിക്കിനി ഇട്ട് ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ലക്ഷക്കണക്കിന് ലൈക്സ് കിട്ടും, ഫോളോവേഴ്സ് കിട്ടും എന്നാണ് ഈ പറയുന്ന സ്ത്രീകൾ തന്നെ പല ആൾക്കാരും പറയുന്നത്. അതിനോട് താങ്കളുടെ അഭിപ്രായം? ലൈക്സ് കിട്ടാൻ വേണ്ടിയിട്ടല്ലോ നമ്മൾ വസ്ത്രം ധരിക്കുന്നത്. ഞാൻ അങ്ങനെയല്ല. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട, എനിക്ക് കാണുമ്പോൾ ഇഷ്ടം തോന്നുന്ന ഒരു വസ്ത്രം ധരിക്കുന്നു. അല്ല, താങ്കൾ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നത് കൊണ്ടാണ് ഞാൻ സ്ത്രീകൾ പറഞ്ഞ അതേ കാര്യം തിരിച്ചു പറയുന്നത്. എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ഞാൻ വിചാരിക്കുന്നത് ലൈക്സ് കിട്ടാൻ വേണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം കാണുമ്പോൾ ഞാൻ ആ വസ്ത്രം ധരിക്കുന്നു എന്നുള്ളൂ. എനിക്ക് അങ്ങനെ ലൈക്സ് കിട്ടാൻ വേണ്ടി വസ്ത്രം ധരിക്കുന്നതിനോട്, ലൈക്സ് കിട്ടാൻ വേണ്ടി വസ്ത്രം ധരിക്കുന്നതിനോട് യോജിപ്പില്ല. ഒരാൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം. പിന്നെ വേറൊരു വലിയൊരു പ്രശ്നമാണ് ഈ ഡ്രസ്സ് കുറയുന്തോറും ആൾക്കാർ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. അതായത് സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സ് കുറയും തോറും, ഇപ്പൊ പറഞ്ഞു ഡ്രസ്സ് കുറയും തോറും ആൾക്കാർ ശ്രദ്ധിക്കുന്നു, അതിന് വേണ്ടിയിട്ടാണോ കുറയ്ക്കുന്നതാണ് എന്റെ ചോദ്യം. അതെനിക്കറിയില്ല, അതെല്ലാവരോടും ചോദിക്കും. എന്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെയല്ല. അത് എനിക്ക് എന്താണോ തോന്നുന്നത്, എന്ത് വസ്ത്രം ധരിക്കാനാണോ തോന്നുന്നത് അങ്ങനെ ഇട്ടുകൊണ്ട് നൽകുക. ചില സമയത്ത് ഞാനിപ്പോൾ ഇത്രയും ഒരുങ്ങിയും മെയ്ഡപ്പായിട്ടും വന്നിരിക്കുന്നു, പക്ഷെ ചില സമയത്ത് ഞാൻ വെറുതെ ഒരു ഷാബി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചുമ്മാ അലഞ്ഞിരിഞ്ഞ് നടക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ ഡ്രസ്സ് ചെയ്യുന്നത്. പിന്നെ ലൈക്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ കോസ്റ്റ്യൂം ഇത് ചെയ്യുന്നതിനോട് എനിക്ക് യോജിച്ചു. താങ്കൾ ഈ ഇനോഗ്രേഷനൊക്കെ പോകുമ്പോൾ ഈ താങ്കൾ ഇഷ്ടത്തിനുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് അതിനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ സീക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്? അതായത് ഞാൻ സ്ത്രീ ശരീരത്തിനെ സുന്ദരമായിട്ട് കാണുന്ന ഒരാളാണ്. അതിനകത്ത് പ്രത്യേകിച്ചൊരു അറ്റൻഷൻ സീക്കിംഗ് അങ്ങനെ കരുതുന്ന ഒരാളല്ല. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ നേച്ചറിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ശരീരം എന്ന് പറയുന്നത് അങ്ങനെ ഒരു കവറപ്പ് ചെയ്യണം, അല്ലെങ്കിൽ കവറപ്പ് ചെയ്യണ്ടെന്നല്ല കേട്ടോ, ഇനി അതും പറഞ്ഞ് ട്രോളാവും. കവറപ്പ് ചെയ്യണ്ടെന്നല്ല, പക്ഷെ അത് മാത്രമാണ് ശരി. അല്ലെങ്കിൽ ആ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ കാണുന്നത് ഭയങ്കര സിന്നാണെന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. അത് ഇനി ഈവൻ സ്ത്രീയുടെ മാത്രമല്ല പുരുഷന്റെ ആണെങ്കിലും ശരീരം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി നോർമലൈസ് ചെയ്ത് കാണണം. ശരീരത്തിന് ഓവർ ഇമ്പോർട്ടൻസും കൊടുക്കേണ്ട കാര്യമില്ല, അണ്ടർ ഇമ്പോർട്ടൻസും കൊടുക്കേണ്ട കാര്യമില്ല. അതൊരു നോർമൽ ഇതാണ്. ഇപ്പം മൃഗങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ മൃഗങ്ങളെ കാണുന്നത്, അതുപോലെ തന്നെ മനുഷ്യനും ഒരു ശരീരം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ മൃഗങ്ങളെ കാണുന്ന പോലെ മനുഷ്യന്മാർക്ക് മൃഗമായിട്ട് കാണാൻ പറ്റില്ലല്ലോ. മൃഗത്തിൽ ഏറ്റവും കൂടുതൽ വ്യത്യാസമുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അവരെക്കാളും കഷ്ടമാണ് മനുഷ്യന്റെ കാര്യം. അത് നമ്മൾ ചിന്തിക്കണം. മൃഗങ്ങളെക്കാൾ കഷ്ടമായിട്ടാണ് പലപ്പോഴും മനുഷ്യനായിത്തീരുന്നത്.
അപ്പോൾ വസ്ത്രത്തിൻ്റെ പിന്നെ നമ്മുടെ നമ്മുടെ കൾച്ചർ, നമ്മുടെ ഹൈന്ദവ കൾച്ചർ, നമ്മുടെ ഇന്ത്യൻ കൾച്ചർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കൾച്ചറിൽ സ്ത്രീകളുടെ പണ്ട് തുടങ്ങി തന്നെ സ്ത്രീകളുടെ ബോഡി കാണുന്നത് ഒരു തെറ്റാണെന്ന് കരുതുന്നത് ഒരു കൾച്ചർ ആയിരുന്നില്ല നമ്മുടെ. അതെ, തീർച്ചയായിട്ടും. ഇപ്പം ഇപ്പോൾ അമ്പലങ്ങളിലാണെങ്കിലും ഒക്കെ ശിലകൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ട്. ഈവൻ സെക്സിനെ പോലും ബാഡായി കാണുന്ന ഒരു കൾച്ചർ ആയിരുന്നില്ല. പക്ഷെ നമ്മുടെ പാശ്ചാത്യ സംസ്കാരം വന്നതിന് ശേഷമാണ് സ്ത്രീ ശരീരം എന്ന് പറഞ്ഞിങ്ങനെ മൂടി, ഈവൻ സാരിക്കും ബ്ലൗസ് പോലും ഇല്ലായിരുന്നു. അപ്പൊ ഞാനിപ്പോ ഒരു ഉദ്ഘാടനത്തിന് ഇട്ടത് ഒരു സാരി, അതൊരു ബ്ലൗസ് കാണാൻ പറ്റാത്ത പോലത്തെ, അത് ഭയങ്കര എന്നെ കുറിച്ച് മോശമായിട്ട് പറയാൻ ഇടയാക്കിയ ഒരു ഇതാണ്. ബ്ലൗസ് പോലും ഇല്ലായിരുന്നു. നമ്മുടെ ഒരു കൾച്ചർ ആ കൾച്ചർ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഈ ഇന്ത്യയിൽ തന്നെയുണ്ട്, സൗത്തിൽ തന്നെയുണ്ട്. ഇപ്പോൾ ഈവൻ ചില സന്യാസിമാരുണ്ടല്ലോ, അവർ ഈവൻ നേക്കഡ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പം ഞാൻ പ്രകൃതിയിൽ വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് ശരീരം എന്ന് പറയുന്നത് ഒരു നോർമലാണ്, അത് പ്രകൃതി തന്നതാണ്. അതിനെ നമ്മൾ ഓവറായിട്ട് നമുക്ക് വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നല്ല, നമ്മൾ വസ്ത്രം ധരിക്കണം ഇഷ്ടമുള്ളതുപോലെ. അതിനൊരു ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല. ശരീരം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഇത് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ. ഓക്കെ, ഗുഡ്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഇനി വാട്ട് അബൌട്ട് യുവർ പേഴ്സണൽ ലൈഫ്? എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തത്? അതായത് എൻ്റെ ഈ ചിന്താഗതികളൊക്കെ തന്നെ കേട്ടല്ലോ, അപ്പൊ ഈ ചിന്താഗതികളോടൊക്കെ ഒത്തുപോകുന്ന ഒരാളെ കണ്ടുപിടിക്കണ്ടേ? ഈ ചിന്താഗതിയുള്ള ആൾക്കാരെ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. എന്താണ് ഒരു വാട്ട്സ് യുവർ കൺസെപ്റ്റ്? എൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ആദ്യത്തെ കോൺസെപ്റ്റ് സ്ത്രീയെ ബഹുമാനിക്കുന്ന ആളായിരിക്കണം. അത് പറഞ്ഞതിൽ നിന്ന് തന്നെ മനസ്സിലായല്ലോ, അതാണ് എൻ്റെ മെയിൻ കോൺസെപ്റ്റ്. പിന്നെ സ്ത്രീ അമ്മയാണ്, അനുജിത്തിയാണ്, അങ്ങനെയല്ല, അമ്മയാണ് അനുജത്തിയാണെന്നുള്ളതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമാണ്. അതാണ് ആൾക്കാരുടെ തോട്ട്. പുരുഷൻ ഇപ്പൊ എന്റെ ഒരു വിഷമം തന്നെ പറഞ്ഞു മനസ്സിലാക്കണേ, തനിക്കൊരു പെങ്ങളില്ലേ, തനിക്കൊരു അമ്മയില്ലേ എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ്. അതെന്താണത്? ഒരു ഫെലോ ബീങ്ങിന്റെ വിഷമം ഇപ്പൊ എനിക്ക് താങ്കളുടെ വിഷമം മനസ്സിലാക്കാനായിട്ട് എനിക്കൊരു അനിയനുണ്ടല്ലോ, എനിക്കൊരു ചേട്ടൻ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. താങ്കളൊരു വ്യക്തിയാണ്, താങ്കളുടെ വിഷമം ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എനിക്ക് അണ്ടർസ്റ്റാൻഡ് ആണ്. അതുപോലെ പുരുഷന്മാർക്ക് എന്താ പറ്റാത്തതെന്നുള്ള, പുരുഷന്മാരെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്കുമില്ലേ അമ്മ, നിങ്ങൾക്കുമില്ലേ പെങ്ങൾ എന്നൊക്കെ ചോദിക്കേണ്ട അവസ്ഥയാണ്. തീർച്ചയായിട്ടും. അപ്പം മെയിനായിട്ട് നോക്കുന്നത് സ്ത്രീയെ ബഹുമാനിക്കണം എന്നുള്ള ഒരു പോയിന്റ് പറഞ്ഞു. നെക്സ്റ്റ് പിന്നെ എനിക്ക് കുറച്ച് ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരാളല്ല, കുറച്ചൊക്കെ സാമൂഹിക പ്രവർത്തനങ്ങളും സാമൂഹികമായിട്ട് നിൽക്കുന്ന അങ്ങനെയൊക്കെയുള്ള വ്യക്തികളെയാണ്. ഒരു പൊളിറ്റീഷ്യൻ തന്നെയാണ് ഇഷ്ടം. പൊളിറ്റീഷ്യൻ എന്ന് പറയാൻ പറ്റില്ല, സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ ഞാൻ അങ്ങനത്തെ ഒരാളാണ്. കാരണം സമൂഹത്തെ കുറിച്ച് നിൽക്കുന്നത് എൻ്റെ മാത്രം സോഷ്യൽ വർക്കർ എന്നല്ല, സോഷ്യലി കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള, മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് താല്പര്യമുള്ള. അപ്പൊ രണ്ടെണ്ണമായി. ഇനി അടുത്തത് പോരട്ടെ? ബിക്കോസ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ആൾക്കാർ പറയണം, ഓ ഇങ്ങനത്തെ ഒരു കുട്ടിയാണ് ഞാനും ആഗ്രഹിച്ചത് എന്ന് പറയണം. അതിന് വേണ്ടിയിട്ട് ഒരു കാര്യമുണ്ട്, ചുമ്മാ മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ആരും മെസ്സേജ് അയച്ചു വരണ്ട. അതും നോട്ട് ദ പോയിന്റ്. ചുമ്മാ ആരും മെസ്സേജ് അയക്കണ്ട, നന്നായി ആലോചിച്ച് തീരുമാനിച്ചിട്ട് മാത്രം വന്നാൽ മതി. സീരിയസ്ലി എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയച്ചാൽ. ചുമ്മാ ഇങ്ങനെ വന്നുകൊണ്ട് കാണാൻ പറ്റുമോ, മീറ്റ് ചെയ്യാൻ പറ്റുമോ, 5 സ്റ്റാർ റൂം എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കണ്ട. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ എനിക്ക് ദേഷ്യം അതെ, ക്രോധത്തെ ഞാൻ കാണുന്നു. ഓക്കെ, ഇപ്പോൾ 2-3 പോയിന്റ് പറഞ്ഞു. ഇനി വാട്ട്സ് നെക്സ്റ്റ്? എന്തൊക്കെ ഫീച്ചേഴ്സ് വേണം? നല്ല കട്ടത്താടി വേണം, അതെനിക്കില്ല. നല്ല കട്ടത്താടി വേണം, നല്ല മീശ വേണം, ലോങ് ഹെയർ വേണം, അങ്ങനെയുള്ള കൺസെപ്റ്റ്സ് ഉണ്ടോ? ലുക്ക് വൈസ് അങ്ങനെ വലിയ കൺസെപ്റ്റ് ഒന്നും ഉള്ള ആളല്ല. പിന്നെ എനിക്ക് കുറച്ച് മാച്ച് ആയിരിക്കണം എന്നുണ്ട്, കാരണം തീർത്തും മാച്ച് ഇല്ലെങ്കിൽ ഒരു മാച്ച് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ മനസ്സ് നന്നായ മതി, മനസ്സ് ഇഷ്ടപ്പെട്ടാൽ മതി എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പൊ പറഞ്ഞു എനിക്ക് ലുക്ക് കുറച്ച് മാറ്റർ ആണ്. അപ്പൊ ഈ ലുക്ക് വൈസ് മാച്ചിങ് ആയിരിക്കണം. അതായത് നമുക്ക് അതായത് ആ വ്യക്തിക്ക് നാളെ ഒരു ഇൻഫെക്റ്റീവ് കോംപ്ലക്സ് തോന്നരുത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ തീരെ മാച്ച് ഇല്ലാത്ത ഒരാളെ കല്യാണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ ആക്കുമ്പോൾ അവർക്ക് ആ ഒരു കോംപ്ലക്സ് വരുമോ എന്നുള്ളത് ഒരു ഇഷ്യൂ ആണ്. കോംപ്ലക്സ് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ എനിക്കാണെങ്കിലും ഒത്തിരി ഭയങ്കര ഇതാവുമ്പോൾ എനിക്കും തോന്നാലോ, ഞാൻ മോശമാണ് അല്ല, അങ്ങനെയല്ല, എനിക്ക് ജലസ് ഇല്ലാത്ത ഒരാളാണ്, പക്ഷെ നമുക്കൊരു ഇൻഫെക്റ്റീവ് കോംപ്ലക്സ് അങ്ങനെ തോന്നാലോ. ചിലപ്പം കുറച്ചും കൂടി അയാൾ കുറച്ചും കൂടി ബെറ്റർ ഒരു പേഴ്സണെയാണ് ഡിസേർവ് ചെയ്യുന്നത്, നമ്മളത്ര പോരെ, അങ്ങനെ തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഒരു വീഡിയോ കൂടെ കണ്ട് ചില ആൾക്കാർ ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്കുണ്ടെങ്കിലോ പറയാൻ പറ്റില്ലല്ലോ. എന്നെ കളിയാക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അല്ലല്ല, നോട്ട് അറ്റ് ഓൾ. ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നുള്ളൂ. അങ്ങനെ ഒരു
ചില ആൾക്കാരുടെ കൺസെപ്റ്റ് അറിയാൻ വേണ്ടി ഞാൻ ഞാനങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടി കല്യാണം കഴിക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ള ഒരാളല്ല. സമയമാകുമ്പോൾ കല്യാണം കഴിച്ചാൽ മതി. അങ്ങനെയല്ല, എനിക്ക് പറ്റൊരാളെ കിട്ടുവാണെങ്കിൽ മാത്രം കല്യാണം കഴിക്കാം. അതന്നെ എനിക്കും പറയാനുള്ളൂ, കിട്ടുന്നതാണെങ്കിൽ മാത്രം കല്യാണം കഴിക്കുക. അതെ, അല്ലാതെ നമ്മൾ എടുത്ത് ചാടിയോ ഒന്നും ചെയ്യരുത് എന്നാണ് എനിക്കും അഡ്വൈസ് ചെയ്യുന്നത്. പിന്നെ എന്റെ ആറ്റിറ്റ്യൂഡ്സും തോട്ട്സ് ഒക്കെ കുറച്ച് ഡിഫറെന്റാ. അതൊക്കെ ആയിട്ടിപ്പോ ഞാൻ ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള ഒരാളല്ല. ഞാൻ അങ്ങനെ ആചാരങ്ങളിലോ മതാചാരങ്ങളിലോ ഒന്നും വിശ്വസിക്കുന്ന ഒരാളല്ല. അങ്ങനെ എല്ലാ സൺഡേ പോവും അങ്ങനെയൊന്നും ഇല്ല. ഞാൻ അമ്പലത്തിൽ പോവാറുണ്ട്. അതായത് ഞാൻ പള്ളിയിലും പോവും അമ്പലത്തിലും പോവും, അങ്ങനെ എനിക്കില്ല. പ്രത്യേകിച്ച് ഞാനൊരു ആചാരങ്ങളിലും വിശ്വസിക്കുന്നു, ഈശ്വരനിൽ മാത്രമേ വിശ്വസിക്കുന്നു. അങ്ങനെ കുറേ ഡിഫറെന്റ് തോട്ട്സ് ഉള്ള ഒരാളാണ്. ആ കാര്യത്തിൽ നമ്മൾ ഒന്നാ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അതൊക്കെ ആയിട്ട് ഇണങ്ങുന്ന ഒരാളായിരിക്കും. ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചിട്ട് പള്ളി പോകണം, എല്ലാ സൺഡേയും പള്ളി പോകണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ എന്റെ സ്വാതന്ത്ര്യത്തിൽ ഒരുപാട് ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരു വ്യക്തിയായിട്ട് കാണണം. ഇപ്പോൾ പലരും വിചാരിക്കുന്ന ഭാര്യ എന്ന് പറഞ്ഞാൽ അയാളുടെ തന്നെ ഒരു എക്സ്റ്റൻഷൻ പോലെയാണ് പലരുടെ ആറ്റിറ്റ്യൂഡ്. അങ്ങനെയല്ല, ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് കാണണം. അപ്പൊ ഞാൻ ലേഡീസ് ജെൻസിനെ ഇൻഡിവിജ്വൽസ് ആയിട്ട് കാണുന്ന പോലെ തിരിച്ചും ഇൻഡിവിജ്വൽ എന്ന രീതിയിൽ കാണുന്ന ഒരാളായിരിക്കണം എന്നുള്ളത്. ഒരു പ്രൈവറ്റ് സ്പേസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവണം. അതായത് ഇപ്പം അയാൾ ക്രിസ്ത്യൻ ആണെങ്കിൽ അയാൾ ഹിന്ദു ആണെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പോകണം, അങ്ങനെയാണല്ലോ ഒരു രീതി. അതാണല്ലോ ഇവിടുത്തെ ഒരു മാരേജിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് അയാളുടെ ആ ഒരു ഫാമിലീസ് ഇതായിട്ട് എന്തൊക്കെയാണോ അത് തന്നെ നമ്മൾ പാലിക്കണം എന്ന് ചിന്തിക്കുന്നു. അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. ഞാൻ വ്യക്തി എന്നുള്ള നിലയിൽ അത് തിരിച്ചും അങ്ങനെ തന്നെയാണ്. ആ വ്യക്തി അയാളുടെ വ്യക്തിപരമായിട്ട് എങ്ങനെയാണെങ്കിലും അത് അയാളുടെ ഐഡന്റിറ്റിയാണ്, അയാളുടെ ഇൻഡിവിജ്വാലിറ്റി. അതിനകത്ത് ഞാൻ ഇടപെടില്ല. ഇപ്പൊ അയാൾക്ക് തോന്നുകയാണ് എനിക്ക് നാളെ പള്ളി പോകണം, ഓക്കെ, അത് ഇറ്റ്സ് ഇസ് വിഷ്. ഇനി വേണ്ട എനിക്ക് പോകണ്ട, ഓക്കെ, ഇറ്റ്സ് ഇസ് വിഷ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ മ്യൂച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ആലോചിച്ച് രണ്ടുപേർക്കും പറ്റുന്ന രീതിയിൽ തീരുമാനിച്ചാൽ മതിയല്ലോ. പേഴ്സണൽ കാര്യങ്ങളിൽ അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ പൊതുവെ അങ്ങനെയല്ല, ഇന്ന ഡ്രസ്സ് ഇടണം, ഇങ്ങനെ നടക്കണം, ഇങ്ങനെ മിണ്ടണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും സ്ത്രീയുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന ഒരു പരിപാടിയായിട്ട് മാറുകയാണ് വിവാഹം. അതുകൊണ്ട് തന്നെ എനിക്ക് വിവാഹം ആ ഒരു ടൈപ്പ് ഒരു വിവാഹത്തോട് താല്പര്യമില്ല. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഇപ്പോഴും ആളുകൾക്ക് എത്തിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ആ മൈൻഡ് സെറ്റ് മാറിയിട്ടില്ല. ഈവൻ ലേഡീസിന് പോലും. ഇപ്പൊ ലേഡീസ് തന്നെ പലരും ഇപ്പൊ പറയുന്ന കേൾക്കാറുണ്ട്, ഓ ഇത്രയൊക്കെയെങ്കിലും എന്റെ ഹസ്ബൻഡ് സമ്മതിച്ചല്ലോ എന്നൊക്കെ പറയുന്നവരുണ്ട്. വലിയൊരു കോംപ്ലിമെന്റ് ആയിട്ട്, വലിയൊരു സംഭവമായിട്ട്. അപ്പൊ നമുക്ക് വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആരും സമ്മതിക്കേണ്ടതോ സമ്മതം തരേണ്ടതോ ആവശ്യമില്ല എന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്ത പെൺകുട്ടികളും ഇപ്പോഴും ഉണ്ട്, പുരുഷന്മാരും ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അതിനൊരു മാറ്റം വരട്ടെ. ഇനി വാട്ട് അബൌട്ട് യുവർ ലൈഫ്? അതായത് 916 കുഞ്ഞൂട്ടൻ കഴിഞ്ഞു, അതിൻ്റെ ഒരു റെസ്പോൺസ് എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പോൾ OTT നടന്നുകൊണ്ടിരിക്കുന്നു. ഹൗ ഇസ് യുവർ എക്സ്പീരിയൻസ്? അതിന്റെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഈ കോൺട്രവേഴ്സി വന്നപ്പോൾ പലരും പറഞ്ഞു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞ ഈ കോൺട്രവേഴ്സി കൊണ്ട് എനിക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെടുകയേ ചെയ്തിട്ടുള്ളൂ. കാരണം നമ്മൾ മോശമാണെന്നുള്ള രീതിയിൽ പലരും വിളിക്കാതിരിക്കുന്ന പല സാഹചര്യങ്ങളും. ഈ ഒരു പേടി കാരണം പല ആൾക്കാരും മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥ ഇൻഡസ്ട്രിയിലില്ല. അവസ്ഥയുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി നമുക്ക് നെഗറ്റീവായിട്ട് വരുന്ന, അപ്പോൾ ആളുകൾ പറയുന്നത് ഇത് ഫെയിമിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അതൊരു രീതിയിൽ നമ്മൾ പോസിറ്റീവ്ലി ഹെൽപ്പ് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ ചിന്തിച്ചത് കുറച്ച് സഹോദരിമാർക്കെങ്കിലും കുറച്ച് പെൺകുട്ടികൾക്കെങ്കിലും ഒരു രക്ഷയാകുന്നു എന്നുള്ള അതിലാണ് ഞാൻ ഭയങ്കര ഹാപ്പിനെസ് കണ്ടെത്തുന്നത്. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഇത് സാരമായിട്ട് ബാധിച്ചിട്ടുണ്ടോ ലൈഫിൽ? ഇപ്പോൾ പുതിയ പ്രൊജക്ട്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അതോ ഇല്ല, അത് ചില കാര്യങ്ങളിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും എന്തോരം നമ്മളെ ബാധിക്കുന്നുണ്ട് നമ്മൾ തന്നെ അറിയണം എന്നില്ലല്ലോ. ചില കാര്യങ്ങളിൽ ഇപ്പം നമ്മളെ വേണ്ടാന്ന് തീരുമാനിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. ചില കാര്യങ്ങളിലൊക്കെ നമ്മൾക്കൊരു മോശം ഇമേജ് അത് കൂടുതലും ചില ആൾക്കാർ ചെയ്തിരിക്കുന്ന PR വർക്കിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നതാണ്. മൊത്തത്തിലൊരു PR മയമാണല്ലേ? ബിഗ് ബോസ് വന്നതിന് ശേഷമാണ് PR എന്നൊരു ടേം ഈ പ്രാവശ്യം സീസൺ 7 ബിഗ് ബോസ് കാണാറുണ്ടോ? കാണല് കുറവാണ്, പക്ഷെ അറിയാം, വാർത്തകളൊക്കെ അറിയാം. ഇപ്പൊ PR കൊണ്ട് 16 ലക്ഷം കൊടുത്ത അനുമോള് PR ചെയ്തു. ആ ഒരു ടോപ്പിക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്ന് നിർത്തേണ്ടി വരില്ല. അത് വലിയൊരു ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി എന്താന്ന് വെച്ചാൽ ഇപ്പം സ്വന്തമായിട്ടൊരു ഫെയിം ആവുന്നു. പണ്ടൊക്കെ യേശുദാസ് ഫെയിം ആവുന്നത് പോലെ അല്ലെങ്കിൽ മോഹൻലാൽ ഫെയിം ആവുന്നത് പോലെ ഒന്നും ഇപ്പൊ ആരും ഫെയിം ആകുന്നില്ല. എല്ലാവരും ഇങ്ങനെ PR ചെയ്തും പല തരികിട പരിപാടികളും ചെയ്തും വെളുപ്പിക്കുക അങ്ങനെയുള്ള ഒരു സോഷ്യൽ മീഡിയയിൽ കൊടുത്ത് ഇങ്ങനെ വെളുപ്പിക്കുന്ന ഒരു പരിപാടി. അങ്ങനെ വെളുപ്പിക്കൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതായത് എന്നെയല്ല, മറ്റുള്ളവരെ വെളുപ്പിച്ചിട്ട് നമ്മളെ ഇതാക്കുന്ന കാര്യങ്ങൾ കോൺട്രവേഴ്സി ആകുന്നുണ്ട്. കോൺട്രവേഴ്സിയിലാണല്ലോ ഞാനിപ്പോൾ പെട്ടത്. അപ്പോൾ
അങ്ങനെയുള്ള, അതായത് PR ആണ് ഇപ്പൊ എല്ലാം തീരുമാനിക്കുന്നത്. പക്ഷെ അത് ഏറ്റുപാടുകയാണ് കുറെ പേര് ഇതൊന്നും മനസ്സിലാക്കാതെ. അതായത് ഒരു ജസ്റ്റ് ഒരു ഷെയർ ബട്ടണിൽ കൂടെ അതിങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ ഇത് ഇങ്ങനെ സ്പ്രെഡായി പോവുകയാണ്. ആ ടൈപ്പ് ഓഫ് ന്യൂസ് ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് അതിന്റെ സത്യാവസ്ഥ അറിയാതെ അതാണ് ശരി എന്ന് വിശ്വസിച്ച് ഒരു സോഷ്യൽ മീഡിയ വിശ്വസിച്ച് പോകുന്ന ഒരു ജനറേഷനായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഈവൻ സോഷ്യൽ മീഡിയാസ് നമ്മുടെ പൊളിറ്റിക്സിനെ വരെ എഫക്ട് ചെയ്യുന്നുണ്ട്. പല രാജ്യങ്ങളിലും ഈ സോഷ്യൽ മീഡിയയിലൂടെ ഫെയിം ആയിട്ടുള്ളവർ മത്സരിക്കുമ്പോൾ വൻ രീതിയിൽ വിജയിക്കുകയാണ്. അപ്പൊ സോഷ്യൽ മീഡിയ, പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാം ഫേക്ക് ആണെന്നുള്ളത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ പോവാണ് പലരും. അത് ഭൂരിപക്ഷവും ഫേക്ക് ആണ്. പക്ഷെ അത് സോഷ്യൽ മീഡിയയിൽ മാത്രമാണോ അതോ മാധ്യമ പ്രവർത്തനത്തിലും? മാധ്യമ പ്രവർത്തനത്തിൽ അത് വളരെ കുറവാണ്. കാരണം ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറവാണ്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാല് നമുക്ക് ഒരു ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു മെയിൻ സ്ട്രീം മാധ്യമത്തിന് ഇല്ലാത്ത കാര്യങ്ങൾ കൊടുക്കുന്നതിൽ പരിമിതിയുണ്ട്. അതായത് നമുക്ക് കംപ്ലീറ്റ്ലി ഇല്ലാത്തൊരു കാര്യം കൊടുക്കാൻ പറ്റില്ല. ഉള്ളതിനെ ഒന്ന് പൊടുപ്പും തൊങ്ങലും വെച്ചിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഒരു പൊടുപ്പും തൊങ്ങലും. ഇപ്പൊ രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിൽ വഴക്കാന്ന് പറയുന്നു. അവർ തമ്മിൽ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം കാണും. അതിനെ ഇങ്ങനെ വലിയ പർവ്വതീകരിച്ച് കുറച്ച് മാറ്റിയൊക്കെ പറയാൻ മാത്രമേ ഇത്തിരിയൊക്കെ സാധിക്കുള്ളൂ. പക്ഷെ എന്നാലും ഇപ്പോഴത്തെ ന്യൂസ് ചാനലില് ഓരോ പാർട്ടീസിനെ ഫേവർ ചെയ്തിട്ടുള്ള ചാനൽസ് ഇല്ലേ? അതുണ്ട്. ഞാൻ പറഞ്ഞത് അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇല്ലാത്ത കാര്യം ഒരിക്കലും മെയിൻ സ്ട്രീം മാധ്യമങ്ങളിൽ കൊടുക്കാൻ പറ്റില്ല. കാരണം അവർ ലൈസൻസ്ഡ് ആയിട്ട് വരുന്നതാണ്. അവർക്കെതിരെ പരാതി കൊടുക്കാം. അവർക്ക് ചെയ്യാൻ പറ്റുന്നതിന് അവരൊരു ബ്രാൻഡാണല്ലോ, ഒരു നെയിമാണ്. അവർക്ക് അതിനെ ഇത് ചെയ്തുകൊണ്ട് ഇപ്പൊ ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയുന്ന ചാനൽ, ആ ചാനലിൽ ഫേക്ക് ആയിട്ട് ന്യൂസ് കൊടുത്തതിന് ആ ചാനലിന്റെ പേര് പോകും. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ പക്ഷേ അവിടെ ഫേക്ക് ന്യൂസ് അല്ല ഞാൻ പറയുന്നത്. ഈ പറഞ്ഞ പോലെ PR വർക്ക്സ് സോഷ്യൽ മീഡിയയിലാണെന്ന് പറഞ്ഞു. അതിന് ലിമിറ്റ് ഉണ്ട്. പക്ഷെ സോഷ്യൽ മീഡിയയുടെ പ്രശ്നം ഇറ്റ്സ് ലിമിറ്റ്ലെസ്. ആൾക്കാരെ ഈ ലൂസിഫറും എമ്പുരാനൊക്കെ ഇറങ്ങിയതിനു ശേഷം നമ്മൾ ഒരു മീഡിയ, അതായത് ന്യൂസ് ചാനൽസ് എന്താ ചെയ്യുന്നത് എന്നുള്ളതാണ് ആ മൂവിയിൽ കാണിച്ചു തരുന്നത് ഒരു സൈഡിൽ. അത് ആസ് എ ജേർണലിസ്റ്റ് നിങ്ങൾ എത്രത്തോളം ശരിവെക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞല്ലോ, അതായത് മെയിൻ സ്ട്രീം മാധ്യമങ്ങൾക്ക് ഒരു കാര്യം ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. കംപ്ലീറ്റ്ലി ഫേക്ക് ആയ ഒരു സാധനം എടുക്കാൻ പറ്റില്ല. ഒരു പെൺകുട്ടീനെ കുറിച്ച് എന്ത് ഭാഷ ഉപയോഗിച്ച് പറയാൻ പറ്റില്ല. അങ്ങനെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ എന്തും ആവാം, ആർക്കും എന്തും പറയാം. ഒരു ലൈസൻസ് ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൈന പോലുള്ള രാജ്യങ്ങൾക്ക് സോഷ്യൽ മീഡിയനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യണം. അതുപോലെ നമ്മളും കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ചൈന പോലെ രാജ്യം മാത്രമല്ല, ഇന്ത്യയുടെ പുറത്തൊക്കെ. പക്ഷെ ഇന്ത്യയിൽ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും എന്തും പറയാം, ആർക്കും എന്ത് ന്യൂസും കൊടുക്കാം, ആർക്കും എന്ത് കമന്റും പറയാം, എന്ത് വൃത്തികേടും എഴുതിയിടാം, എന്ത് വൃത്തികേടും പറയാം. ആ ഒരു സംവിധാനം. പിന്നെ ഓരോന്നിനും കേസ് കൊടുക്കാൻ തന്നെ നേരം ഉണ്ടാവും. അത് എത്രയെന്ന് വെച്ചാൽ കേസ് കൊടുക്കാൻ പറ്റും. നമുക്ക് 1-2 കേസ് കേസ് കൊടുത്താലും കാര്യമില്ലെന്ന് നേരത്തെ പറഞ്ഞു. അതെ. പിന്നെ സെലിബ്രിറ്റീസ് ആവുന്നവർക്ക് അവർക്കിത് ഒരുപാട് ന്യൂസുകൾ ഇതുപോലെ വരും. എല്ലാത്തിനും നമ്മൾ കേസ് കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിനൊരു കൺട്രോൾ സിസ്റ്റം വേണം. എവിടെയെങ്കിലും നമ്മളിത് കൺട്രോൾ ചെയ്യണം. ഞാൻ പറയുന്നത് മെയിൻ സ്ട്രീം മീഡിയാസ് എന്ന് പറഞ്ഞാൽ ഒരു പരിധി വിട്ട് അവർക്ക് ഒന്നും പറയാനോ ചെയ്യാനോ പറ്റില്ല. ഞാൻ പറയാം എന്തും ആകാൻ പറ്റില്ല. പക്ഷെ അത് കൺട്രോൾ ചെയ്യേണ്ടത് ഗവൺമെന്റ് തന്നെയല്ലേ? അതെ, ആ ഗവൺമെന്റ് തന്നെയാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല രീതിയിലും പല ന്യൂസുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു മെയിൻ സ്ട്രീം ചാനൽസിൽ കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് അതൊരു വെപ്പണായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ആ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് അതിനെ കൺട്രോൾ ചെയ്യേണ്ടതല്ലേ? രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇത് വെപ്പൺസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പലരും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെ മാറ്റണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്തും ആരെക്കുറിച്ചും പറയാം, എന്ത് വൃത്തികെട്ട ലാംഗ്വേജും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം, യുവ നേതാവിൽ നിന്നുണ്ടായ അനുഭവം പറഞ്ഞു. ഞാൻ ഒരിക്കലും അയാളെ ടാർണിഷ് ചെയ്തോ മോശമാക്കിയ ഒരു വേർഡോ ഒന്നും അയാളെ കുറിച്ച് യൂസ് ചെയ്തിട്ടില്ല, പേര് പോലും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നെ കുറിച്ച് എന്തെല്ലാമാണ് പറയുന്നത്. ഒരാൾക്കൊരു അഭിപ്രായം പറയാൻ പാടില്ല, ഉണ്ടായ ഒരു കാര്യം പറയാൻ പാടില്ല. ഒരു കുലംകുത്തി എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഓപ്പോസിറ്റ് പാർട്ടിനെ ഫേവർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തു എന്ന് വരെ ന്യൂസുകൾ വരുന്നുണ്ട്. പല രീതിയിലും നമ്മളെ തേജോവധം ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ പലരും നമ്മളെ കാണുമ്പോൾ പോലും മൈൻഡ് ചെയ്യാണ്ടിരിക്കുക, നമ്മളെന്തോ കുഴപ്പമാണെന്ന് വിചാരിക്കുന്ന രീതിയിലേക്ക് വരെ ആ ഒരു റൂമേഴ്സ് എത്തിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന ഇഷ്യൂസ് എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ കോൺഗ്രസ് അനുയായിയാണോ അതോ ഓപ്പോസിറ്റ് പാർട്ടി LDF, BJP? ഞാൻ ആക്ച്വലി ഒരു പാർട്ടിയിലും അങ്ങനെ പാർട്ടി പ്രവർത്തകയോ അല്ലെങ്കിൽ പാർട്ടിയിൽ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അത് ഞാനൊരു പാർട്ടിയുടെയും ഇതല്ല. പക്ഷെ എനിക്ക് ചില പാർട്ടി, അതിപ്പോ എല്ലാ പാർട്ടിയിലുള്ളവരെ നമുക്ക് അറിയാം, പരിചയങ്ങളുണ്ട്. അതുകൊണ്ടാണ് ശൈലജ ടീച്ചറുടെ ഒരു സ്ത്രീകൾക്കെതിരെ ഒരു
സംഭവം അവർ നമ്മളെ ക്ഷണിച്ചിട്ട് തന്നത്, അതൊന്നും പാർട്ടി ബേസിൽ പോയതല്ല. അവര് നമ്മളെ ക്ഷണിച്ചു. പക്ഷെ അതിലും ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടായി. അത് കോൺട്രവേഴ്സി ആയിട്ട് വന്നു. അത് ഭയങ്കര എക്സ്ട്രീം കോൺട്രവേഴ്സി ആയി. അതായത് ഇവിടെ നിന്നിട്ട് കാലുവാരി അപ്പുറത്ത് പോയി. ഒരിക്കലും ഇല്ല. അപ്പൊ അതായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മത്സരിക്കാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ മത്സരിക്കുന്നില്ലല്ലോ, ഞാൻ ഒരു കാരണവശാലും മത്സരിക്കുന്നില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു മത്സരിക്കും എന്നുള്ളൊരു ഇത് ഉദ്ദേശിച്ചിട്ടില്ല. വെറുതെ പറയാണ്. അതായത് നമ്മുടെ അടുത്ത് അവർ വന്നിട്ട് അതായത് സ്ത്രീകൾ സൈബർ ഇടത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊരു പരിപാടി അവരവിടെ സംഘടിപ്പിച്ചു. അപ്പൊ അതിനകത്ത് നമ്മൾ വിളിച്ചു, നമ്മളും സൈബർ ആക്രമണം നേരിടുകയാണല്ലോ, അപ്പൊ സൈബർ ആക്രമണം നേരിടുന്നതിനെ പറ്റി എന്താണ് സംസാരിക്കാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ വന്ന് സംസാരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. അവിടെ ഞാൻ സംസാരിച്ചത് സൈബർ ആക്രമണത്തെ കുറിച്ചും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചുമാണ്, സമൂഹത്തിൽ നേരിടുന്നത്. അതിനകത്ത് ഞാൻ അവിടെ ഒരു പാർട്ടിയെ ബേസ് ചെയ്തിട്ട് സംസാരിക്കും. പിന്നെ അവിടെ വന്നത് മൊത്തം സ്ത്രീകളാണ്, അല്ലാതെ ഇന്ന പാർട്ടിക്കാരല്ല. ഒരുപാട് സ്ത്രീകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിപ്പോൾ ഏത് പാർട്ടി വിളിച്ചാലും നമ്മൾ ഏത് ജനാധിപത്യ പാർട്ടി നമ്മളെ ക്ഷണിച്ചു കഴിഞ്ഞാലും നമുക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടി നമ്മൾ സംസാരിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ റെയിനിനെ കാണുന്നത് കോൺഗ്രസ് പാർട്ടിയിലാണ്. ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് പേഴ്സണും ആ പാർട്ടിയിലാണ് നിൽക്കുന്നത്. അത് ഞാൻ വി.ഡി. സതീശൻ സാറിന്റെ ഫാൻ ഗേളാണ്. ഫാൻ ഗേൾ. അപ്പൊ ഞാൻ ഭയങ്കര ഫാനാണ്. അപ്പൊ ആ രീതിയിൽ ഇങ്ങനെ പരിചയമായതാണ്. അപ്പൊ പല കോൺഗ്രസ് നേതാക്കന്മാരായിട്ട് ഇങ്ങനെ പരിചയമായി എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ അങ്ങനെ പാർട്ടി പ്രവർത്തകയൊന്നുമല്ല. പക്ഷെ എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. അതിപ്പോൾ എല്ലാ പാർട്ടിയിലും ഉണ്ട് കേട്ടോ. എല്ലാ പാർട്ടിയല്ല, CPM-ലും ഇപ്പോൾ ഈ കോൺട്രവേഴ്സി ഒക്കെ വന്നപ്പോൾ നമ്മളെ പലരും വിളിക്കുകയും അങ്ങനെ പലരും നമ്മൾ പരിചയമായി. ഇപ്പോൾ ഈ പരിപാടിക്ക് പോയപ്പോൾ ശൈലജ ടീച്ചറായിട്ട് പരിചയം. അങ്ങനെ നമ്മൾ എല്ലാവരുമായിട്ട് പരിചയമുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ BJP പാർട്ടിയും വിളിക്കുകയാണെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ എന്ത് വിഷയമാണെന്നുള്ളതാണല്ലോ സംസാരിക്കുന്നത്. ഇപ്പം നമ്മളോട് ഇന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിനകത്ത് എന്താ പാർട്ടി? പല പാർട്ടികളും പല സംഘടനകളും തന്നെയാണല്ലോ ഓരോ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അപ്പം നമ്മളതിനകത്ത് ക്ഷണിക്കുമ്പോൾ നമ്മളതിൽ പോകുന്നു, സംസാരിക്കുന്നു, അതിനപ്പുറത്തേക്ക് നമ്മൾ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നു അതിനർത്ഥമില്ല. അതൊക്കെ വെറുതെ. പക്ഷെ ആൾക്കാർ കാണുന്നത് കുലംകുത്തി എന്ന രീതിയിലാണ് കാണുന്നത്. കാലുവാരി അല്ലെങ്കിൽ പല ടൈംസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ഫെയിം വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി വരുമ്പോൾ ഇങ്ങനെ പല റൂമേഴ്സും വരും. എല്ലാത്തിനും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എല്ലാം നമുക്ക് മനസ്സിലാക്കിക്കാൻ പറ്റില്ല. നമ്മളെ വിളിച്ചു, അവിടെ ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു, വലിയൊരു പരിപാടിയായിരുന്നു. സ്ത്രീകളോടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വേദി ഞാൻ വേണ്ടെന്ന് വെക്കേണ്ട കാര്യമില്ലാന്ന് എനിക്ക് തോന്നി. ഞാൻ സംസാരിച്ചു. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. എനിക്ക് അങ്ങനെ ഒരു പാർട്ടി ഇല്ല. നമ്മൾ കുറേ പരിചയങ്ങൾ ഉണ്ടെന്നല്ലാതെ ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു. എനിക്ക് രാഷ്ട്രീയം ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ പാർട്ടി നേതാക്കന്മാരൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഓക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നില്ല എന്ന് പറയുന്നത്? അതിന്റെ കാരണം എന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലൈഫ് ഒരുപാട് സ്ക്രൂട്ടനൈസ് ചെയ്യും ജനങ്ങൾ. അതിനോട് എനിക്ക് അതായത് നമ്മൾ എന്ത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു എന്നതിന് അപ്പുറത്തേക്ക് നമ്മുടെ പെരുമാറ്റം, സ്വഭാവം, നമ്മുടെ വസ്ത്രധാരണം, മെയിൻ പ്രശ്നം വസ്ത്രധാരണമാണ്. എനിക്ക് കുറച്ച് മോഡേൺ ആയിട്ട് ഡ്രസ്സ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം നമ്മുടെ ഈ കേരള സമൂഹത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റില്ല. അല്ല, ആ ഒരു കാഴ്ചപ്പാട് മാറ്റിക്കൂടെ? റിനി ആൻഡ് ജോർജിന് ഒരു സ്പേസ് ആണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്. താങ്കളുടെ ഫേവറേറ്റ് അല്ലെങ്കിൽ ഫാൻ ഗേൾ എന്ന് പറയുന്ന അദ്ദേഹം ആ പാർട്ടിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കരം പിടിച്ചുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കൂടെ? അല്ല, അത് അദ്ദേഹം എന്നുള്ള രീതിയിൽ അങ്ങനെ ഞാനൊരു വ്യക്തിയെ വിചാരിച്ചിട്ടല്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണം എന്നൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ അതിനകത്തുള്ളൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു സാമൂഹിക സാഹചര്യത്തിൽ ഒരാൾക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന വ്യക്തികൾക്ക് ഇഷ്ടപ്പെട്ടൊരു വസ്ത്രം ധരിക്കാൻ പോലും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, പുരുഷന്മാരിപ്പോൾ ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ട് ഭയങ്കര ഫാഷനായിട്ട് ഇപ്പോൾ പുരുഷ രാഷ്ട്രീയക്കാരൊക്കെ നടക്കുന്നുണ്ട്, യങ്സ്റ്റേഴ്സ്. പക്ഷെ സ്ത്രീകൾക്ക് ഇപ്പോഴും അത് സാധിക്കുന്നില്ല. നമ്മൾ ഇഷ്ടം അങ്ങനെ മാറ്റി എടുത്തൂടെ? ഒരാൾ വന്നാലല്ലേ 10 ആൾക്കാർ പിന്നാലെ വരുള്ളൂ. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു വസ്ത്രമൊക്കെ ധരിച്ച് രാഷ്ട്രീയ ഇലക്ഷനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും തോറ്റിരിക്കും. പറയാൻ പറ്റില്ല, ചിലപ്പോ ജയിച്ചാലോ. അല്ല, അതിലൊക്കെ ഒരു മാറ്റം വരണമെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ പ്രസിഡന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെയിൻ മിനിസ്റ്റേഴ്സ് ഒക്കെ വളരെ ഫാഷനബിൾ ആയിട്ട് ഡ്രസ്സ് ചെയ്യുന്നു. അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷെ നമ്മൾ എന്ത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അല്ലാതെ ഇന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് ഇങ്ങനെ എപ്പോഴും മലയാളികൾ, എനിക്ക് തോന്നിയിട്ടുള്ള മലയാളികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ സ്ത്രീകളുടെ വിഷയത്തിൽ ഇന്ന വസ്ത്രധാരണം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല പെൺകുട്ടിയാണെന്നുള്ളൊരു കോൺസെപ്റ്റ് ഉള്ളൂ. പിന്നെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിവിനയം അഭിനയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ആളാണെന്നാണ് ചിന്താഗതി. ഒരു റീലിലൊക്കെ വന്നിട്ട് ഇങ്ങനെ അതിവിനയമൊക്കെ അഭിനയിച്ചു കഴിയുന്നതോടുകൂടി, അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന ടൈപ്പ് ഒരു വസ്ത്രമൊക്കെ ധരിക്കുന്നതോടുകൂടി നല്ല ആളാണ്. അപ്പൊ ഈ വസ്ത്രമൊക്കെ നോക്കി തീരുമാനിക്കുന്നതൊക്കെ അതൊക്കെ പഴഞ്ചൻ രീതിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതൊക്കെ ഒരാളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്.
പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആത്മാർത്ഥതയുള്ള വ്യക്തികൾക്ക് വിനയം അഭിനയിക്കാനും പറ്റില്ല. ഇപ്പം ഞാൻ താങ്കളോട് സംസാരിക്കുന്നത് വളരെ ആത്മാർത്ഥതയോടുകൂടിയാണ്. ഞാൻ ആ നോർമലായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ കള്ളമാണ് സംസാരിക്കുന്നത്, ഫേക്ക് ചെയ്താണ് സംസാരിക്കുന്നത്, ആ ഒരു ഭാവങ്ങളായിരിക്കും വരിക. മനസ്സിലായില്ല. അപ്പോൾ ആദ്യ വിനയം കാണിക്കുന്നവരോടും അല്ലെങ്കിൽ സമൂഹം ഉദ്ദേശിക്കുന്ന തരത്തിൽ നടക്കുകയും ചിരിക്കുകയും ചെയ്യുന്നവരോടും ഒക്കെ മാത്രം താല്പര്യമുള്ളൊരു ഇതായിട്ട് പോകുന്നു. അപ്പം രാഷ്ട്രീയത്തിൽ അത് നമ്മൾ മാറ്റിയെടുക്കണം. ഇപ്പോൾ ഇങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ, അതായത് ഇവർ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഓഫ് വസ്ത്രങ്ങൾ ധരിക്കുന്നവർ ഈ രാഷ്ട്രീയത്തിൽ വന്നിട്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് നമുക്കറിയാം, സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ചുമ്മാ ഷോ കാണിക്കുക, അതായത് അതിന് താല്പര്യമില്ല. ഞാൻ ജെനുവിനായിട്ട് നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതിൻ്റെ പേരിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാതിരിക്കാനോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളോട് സംസാരിക്കാതിരിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഈ ആളുകൾ ഇതെല്ലാം സ്കൂട്ടനൈസ് ചെയ്യും. അപ്പം നമ്മൾ രാഷ്ട്രീയം ആ പെൺകുട്ടി കുറച്ച് കൂടുതൽ ബോയ്സ് ആയിട്ട് മിണ്ടിയാൽ പോലും ഇപ്പോഴും ഉണ്ട്. അപ്പൊ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ പുരുഷനെ പോലെ തന്നെയാ, എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യണം, ചിലപ്പോൾ രാത്രിയും പകലൊക്കെ ട്രാവൽ ചെയ്യേണ്ടി വരും. അതിനൊക്കെ മോശമായിട്ട് കാണാം. എന്നാൽ പുരുഷന്മാർക്ക് ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ചിന്തിക്കുന്ന കൂടുതൽ സ്ത്രീകൾ തന്നെയാണ്. അത് വലിയൊരു ഇഷ്യൂ ആണ്. ഇപ്പം ഞാൻ പറയും, ഇപ്പോൾ തന്നെ ഈ കോൺട്രവേഴ്സി ആയിട്ട് ബന്ധപ്പെട്ട് ഇതിൽ പെട്ടിരിക്കുന്ന നേതാവിനോ അല്ലെങ്കിൽ നേതാക്കന്മാർക്കോ എവിടെയെങ്കിലും പോകുമ്പോൾ അയ്യോ മോനെ മോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാൻ ആൾക്കാർ വരും, ആൾക്കാർ വരും. അല്ലെങ്കിൽ മറ്റു നേതാക്കന്മാരുടെ അടുത്ത് അയ്യോ ആ മോനിങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറയും. അതേസമയം പെൺകുട്ടികൾ ഗൃഹസമ്പർക്ക പരിപാടികൾക്ക് പോകുമ്പോൾ നിങ്ങളിങ്ങനെയൊക്കെ നടന്നല്ലേ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് എന്ന് സ്ത്രീകളോട് ചോദിക്കും. അപ്പൊ പുരുഷൻ ചെയ്യുന്ന തെറ്റിന് അവിടെ സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ വരുന്ന സ്ത്രീകൾ മോശമാണ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് വരുന്നത്. അപ്പൊ നമ്മൾ സ്വാതന്ത്ര്യത്തോടെ നിന്ന് കഴിഞ്ഞാൽ, നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാത്തൊരു സമൂഹം ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഈ പ്രഹസനങ്ങളല്ല രാഷ്ട്രീയത്തിന് വേണ്ടത്.